പുളി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം നിറയും. അപ്പോൾ നല്ല പച്ച നിറത്തിൽ വിളഞ്ഞു പാകമായി കുലകുലയായി കിടക്കുന്ന ഇരുമ്പൻ പുളി, ഓ, കാണുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമല്ലേ. ചെമ്മീൻ പുളി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഈ ഇരുമ്പൻ പുളി കൊണ്ട് നമുക്കൊരു സൂപ്പർ ചട്നി തയ്യാറാക്കാം. ഇത്തിരി എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഈ ചട്നി. ഇതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. 250 ഗ്രാം ഇരുമ്പൻ പുളി, 50 ഗ്രാം ശർക്കര ചുരണ്ടിയത്, 5 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് 2 വലിയ സ്പൂൺ, 1 കുടം വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 ചെറിയ സ്പൂൺ ഉലുവ, 1 ചെറിയ സ്പൂൺ കടുക്, 1 വലിയ സ്പൂൺ മുളക് പൊടി, 1/2 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും വെള്ളവും. ആദ്യം ശർക്കര ഉരുക്കി ഇങ്ങനെ അരിച്ചു വെക്കുക. ഇനി ഇരുമ്പൻ പുളി വെള്ളത്തിലിട്ട് വേവിച്ച് വെക്കണം. ഇപ്പൊ പുളിയുടെ പച്ച നിറമൊക്കെ മാറി ഒരു മഞ്ഞ നിറമാകും. ഇനി ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുകും ഉലുവയും പൊട്ടിക്കണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റുക. ആ മൂത്ത മണം ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അങ്ങ് നന്നായിട്ട് ഇളക്കണം. ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് തിളപ്പിക്കണം. ഇനി വേവിച്ചു വെച്ച പുളിയും ഉപ്പും ചേർത്ത് വീണ്ടും വേവിക്കുക. തിളച്ച് പാകത്തിന് കുറുകുമ്പോൾ വാങ്ങി വെക്കാം. ചൂടാറിയ ശേഷം കുപ്പിയിലാക്കി വെക്കുന്നതിന് മുമ്പ് ഒന്ന് നാവിൽ തൊട്ട് നോക്കിക്കേ. ആഹാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിച്ച് തന്നെ ഇതിന്റെ രുചി അറിഞ്ഞേ പറ്റൂ. ബിരിയാണിക്കും നെയ്ച്ചോറിനും ചപ്പാത്തിക്കും എന്തിന് സാൻഡ്വിച്ചിൽ സ്പ്രെഡായിട്ട് വരെ ഉപയോഗിക്കാം ഈ കിടിലൻ ഇരുമ്പൻ പുളി ചട്നി.